ഹലോ ഹലോ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. വെൽക്കം ടു ദ ഇൻസ്പയറിംഗ് അവേഴ്സ് ബൈ ഷിജു ഭക്തൻ. ഓക്കെ, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ തുടങ്ങുകയാണ്. എല്ലാവരും നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകളെല്ലാം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച്, ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സും കൂടി ഉള്ളിലേക്ക് വരട്ടെ. എന്നിട്ട് അങ്ങനെ തന്നെ നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയാം എല്ലാത്തിനും. ഓക്കെ, കമോൺ. 1 2 3 ആഞ്ഞു വലിച്ചോ. ഇനി പുറത്തേക്ക് വിട്ടോ. ഇനി ഒന്നുകൂടെ കമോൺ 1 2 3 ആഞ്ഞു വലിച്ചോ. പുറത്തേക്ക് വിട്ടോ. പോയില്ലേ? നെഗറ്റീവ് തോട്ട്സ് എല്ലാം പോയില്ലേ? പോട്ടെ. ഗ്രേറ്റ് സൂപ്പർ. അപ്പോൾ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരുന്തിൻ്റെ കഥയാണ്. മാനത്ത് ഉയരെ പറക്കുന്ന പരുന്തിൻ്റെ കഥ, കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്ന പരുന്തിൻ്റെ കഥ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മഹാനായ പരുന്തിന് മിഡ് ലൈഫ് ക്രൈസിസ് ബാധിക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാമോ? അറിയില്ലല്ലേ? പറഞ്ഞുതരാം. 70 വയസ്സോളം ആയുസ് വരുന്ന പരുന്തിന് തൻ്റെ 30-35 വയസ്സാകുമ്പോൾ കൊക്കുകൾ വളയും, ചിറകുകൾ കൊഴിയും, നഖങ്ങൾ പൊഴിയും. ഇനി എന്ത് ചെയ്യും? മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും? എങ്ങനെ ഇരയെ പിടിക്കും? കഷ്ടം. ഒന്നുകിൽ ചാവണം, അല്ലെങ്കിൽ മാറണം. ഇപ്പൊ ചാവാൻ എന്തായാലും അവന് മനസ്സില്ല. മാറ്റമാണ് അവന് വേണ്ടത്. അപ്പോ ആ മാറ്റത്തിനായി മലമുകളിലെ തന്റെ പൊത്തിൽ കയറി വളഞ്ഞുപോയ തന്റെ കൊക്ക് പാറമേൽ തട്ടി അവൻ പൊട്ടിക്കും. നഖങ്ങൾ പിഴുതുകളയും, ചിറകുകൾ പിഴുതുകളയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പെയിൻഫുൾ ആണത്. പക്ഷെ അവന് തിരിച്ചു വന്നല്ലേ പറ്റൂ. അങ്ങനെ കാത്തിരുന്ന് 150ഓളം ദിവസങ്ങൾ കഴിയുമ്പോ പുതിയ ചിറകുകൾ മുളയ്ക്കും, പുതിയ കൊക്ക് വരും, പുതിയ നഖങ്ങൾ വരും. ഇതെല്ലാമായിട്ട് ആ പോത്തിൽ നിന്ന് അവന്റെ ഒരു വരവുണ്ട്, ഒരു സൂപ്പർ ഹീറോയെ പോലെ. ഇനി അവൻ പറക്കട്ടെ. പറക്ക്. എടോ, നമ്മളൊക്കെ ഈ മിഡ് ലൈഫ് ക്രൈസിസ് ബാധിച്ച പരുന്തിനെ പോലെ എടോ പറക്ക്. ഇനി എന്തിനാണ് സംശയിക്കണം? പറക്കട്ടെ അങ്ങോട്ട്, ഉയരട്ടെ അങ്ങോട്ട്, പൊങ്ങട്ടെ അങ്ങോട്ട്. അങ്ങനെ സൂപ്പർ. ഓക്കെ, ഇനി എല്ലാ പരുന്തുകളും ഒന്ന് ഭൂമിയിലേക്ക് പതിയെ വന്നോ. ഓക്കെ, ഗ്രേറ്റ്. യെസ്, ഈ നിമിഷങ്ങൾ നിങ്ങളുടെ മാറ്റത്തിനായുള്ളതാണ്. ഇൻസ്പയറിംഗ് അവേഴ്സ് ബൈ ഷിജു ഭക്തൻ നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. ഓക്കെ. ഷിജു വാ. എന്താ വൈകിയത്? ട്രാഫിക് ആയിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് പുറത്തേക്ക് ഒന്ന് പോകണമായിരുന്നു. വാ ഇരിക്കേ. ഭയങ്കര ട്രാഫിക് ഇപ്പം, ഒരു രക്ഷയില്ല. കുട്ടൂസാ, എന്താ ഇത്? ഈ അമ്മയും മോനും ഇങ്ങനെ തന്നെ. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു വസ്തുവും കേൾക്കൂല. ഷിജു ഇരിക്കി. അങ്ങനെയാ, ചാടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ? നിന്റെ കേസിലേ
പക്ക ചീറ്റിംഗ് ആയിരുന്നു. അതാ നമുക്ക് അനുകൂലമായിട്ട് വിധിയായത്. ഈ വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് വിവാഹം നീ കുറച്ച് നേരത്തെ രജിസ്റ്റർ ചെയ്തില്ലേ, അതാണ് ആകെ പ്രശ്നമായത്. അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കായിരുന്നു. അല്ല പിന്നെ മാനനഷ്ടം ഫയൽ ചെയ്ത് ഞാൻ അങ്ങോട്ടൊരു കേസ് കൊടുത്തതുകൊണ്ട് നമുക്ക് ആ വിവാഹത്തിൻ്റെ ചിലവ് കുറച്ചും കൂടി കിട്ടി. അതങ്ങനെ തന്നെയാണ്. ഈ മാനം പോയിട്ട് പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്തിട്ട് എന്ത് കാര്യമല്ലേ. ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം ചളിവാരി അറിയില്ല. കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതിന് സമാധാനമായല്ലോ, സന്തോഷമായില്ലേ. ഇനി സുഖമായിട്ടൊന്ന് ശ്വാസം വിടാം. ഫീസൊക്കെ മെല്ലെ മതിയായിരുന്നു, കുഴപ്പമില്ല. കോർട്ട് ഓർഡർ തരാം. ദാ ഒരു ചായ എടുക്കട്ടെ? ഇല്ല വേണ്ട. എന്നാ പിന്നെ ആവാം. ശരി, ശരി. എന്നാ പിന്നെ കാണാം. ഓക്കെ. കുട്ടൂസ, എന്താണ് അവിടെ? ഒന്ന് മാറിയപ്പോഴേക്കും അടുത്ത പണി. പ്രാർത്ഥിക്കും. ഒന്ന് സ്മൈൽ ചെയ്തേ. സ്മൈൽ ചെയ്തേ. അങ്ങനെ ഉള്ളിൽ വരട്ടെ. സോറി ചേട്ടാ. പോട്ടെ പോട്ടേന്ന് എന്തിനു നീ കയറണേ? 2 വർഷമായില്ലേ, വിട്ടുകളാ. സുബേട്ടിനെ നോക്കി എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്നത് നീ ഇങ്ങനെയായ എങ്ങനെയാ? നീ ആദ്യം ഈ കോലം കെട്ട രൂപമൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റേ, എന്നിട്ട് ഈ താടിയൊക്കെ പഠിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വാ. ഏട്ടനില്ല കൂടെ. ഇനി മുന്നോട്ട് നോക്ക്, പിന്നോട്ട് നോക്കണ്ട. ഹാപ്പി ആയില്ലേ? ചിരിക്കടാ ശുചിക്കുട്ടാ. കഴിച്ചോ?